തിരുവനന്തപുരം പേട്ട ജംഗ്ഷന് സമീപത്തായിട്ടാണ് നമുക്ക് ഈ കാണുന്ന 2 കെട്ടിടങ്ങളുള്ളത് കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വന്നിട്ട് ഏകദേശം 5500 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 നില കെട്ടിടമാണ്. അതുപോലെ തന്നെ നമുക്ക് കാണുന്ന വീടിന് തൊട്ടടുത്തായിട്ട് ഒരു 4800 സ്ക്വയർ ഫീറ്റ് വരുന്ന ഇതുപോലൊരു 3 നില കെട്ടിടത്തിൻ്റെയും വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പേട്ടയിൽ നിന്ന് ആനേറ പോകുന്ന റോഡിലേക്ക് കയറുമ്പോൾ തന്നെ ആ പാലമുണ്ട്. പാലത്തേക്ക് കയറാണ്ട് പാലത്തിൻ്റെ ഇടതുവശം ചേർന്ന് വരിക. അങ്ങനെ വരുമ്പോഴത്തേക്കും ശ്രീനാരായണ നഗർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബോർഡ് കാണാൻ സാധിക്കും. ശ്രീനാരായണ നഗറിനകത്തേക്ക് ഏകദേശം ഒരു 200 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. അതുവഴി കുറച്ച് ദൂരം കയറി വരുമ്പം തന്നെ വലത്തോട്ട് ഈ കാണുന്ന പോലെ ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. അതിങ്ങനെ ജസ്റ്റ് കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SNRA 133 എന്ന് പറയുന്ന നമ്പർ നോക്കി വന്നു കഴിഞ്ഞാൽ ആ വീടിന് തൊട്ട് മുന്നേ ആയിട്ട് കാണുന്ന പ്രോപ്പർട്ടി, ആ വീടിനോട് ചേർന്നിരിക്കുന്ന പ്രോപ്പർട്ടി. ഈ കെട്ടിടങ്ങൾ ശരിക്കും വാടകയ്ക്കാണുള്ളത് കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു നിർമ്മാണ സമയത്ത് തന്നെ വീഡിയോ എടുക്കാൻ കാരണം നിങ്ങളുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള പണി തീർത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വാടകയ്ക്ക് തരുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഗോഡൗണോ അല്ലെങ്കിൽ ഓഫീസ് സ്പേസോ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇതിൽ 3 നിലകളായിട്ടുണ്ട്. അത് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി അതല്ല, നമ്മുടെ എയർപോർട്ടൊക്കെ ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ ഒരു ഹോസ്റ്റലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇപ്പോൾ ആ മതിലെല്ലാം പൊളിച്ച് അവിടെ കൂടെയും പാർക്കിംഗ് ആക്കുന്നുണ്ടാവും. ഇവിടെ കവേർഡ് പാർക്കിംഗ് 1, 2, ഇതിനകത്ത് 2 വണ്ടികൾ ഇങ്ങനെ കയറ്റി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും. അത് പോയിട്ട് മുൻവശത്ത് നിറയെ വണ്ടികൾ വയ്ക്കാം. അപ്പോൾ ഒരു ഓഫീസ് പർപ്പസിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ്. പിന്നെ അകത്തേക്ക് ഒരു ടിപ്പർ കയറി വരുന്ന വീതിക്കാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയുള്ളത്. ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഉടമയായിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലൊരു ടോയ്ലറ്റ് സൗകര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഇതിനകത്തുള്ള പാർട്ടീഷൻസ് അവർ ചെയ്തിട്ടില്ല. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊരു ഹോസ്റ്റൽ പർപ്പസിനാണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുക്കുന്നതെങ്കിൽ, അതായത് മൊത്തത്തിലെടുത്ത് നമ്മുടെ ഇപ്പോൾ എയർപോർട്ടൊക്കെ തൊട്ടടുത്തായതുകൊണ്ട് അവിടെയുള്ള സ്റ്റാഫൊക്കെ ഒത്തിരി പേര് ഈ ചുറ്റുവട്ടത്താണ് ഇതുപോലെ ഹോസ്റ്റൽസിലൊക്കെ താമസിക്കുന്നത് കേട്ടോ. സ്റ്റാഫും അവിടെ സ്റ്റുഡൻസും അവർക്ക് എല്ലാവർക്കുമായിട്ട് ആ രീതിയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പർപ്പസിനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ രീതിയിൽ ഇതിനകത്തുള്ള പാർട്ടീഷൻ ചെയ്തു തരും. ഇനി അതല്ല, ഒരു ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പ്രോപ്പർട്ടി എടുക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള പാർട്ടീഷൻസ് ചെയ്തു തരും. അപ്പോൾ ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഇതിനകത്തുള്ള ബാത്റൂമും കാര്യങ്ങളും എല്ലാം അവർ ചെയ്ത് ഇപ്പോൾ തന്നെ നീറ്റാക്കി ഇട്ടിട്ടുണ്ടാവും. പാർട്ടീഷൻസ് നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണോ ആ രീതിയിൽ ചെയ്തു തരുന്നുണ്ടാവും. ഈ കാണുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ആണ്. ഇതേ കണക്ക് തന്നെ സെക്കൻഡ് ഫ്ലോറും ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്ത് 2 വശത്തൂടെ എൻട്രൻസ് ഇട്ടിട്ട് നമുക്ക് അകത്ത് ഇങ്ങനെ കയറി വരാവുന്ന രീതിയിലാണ് ഫസ്റ്റ് ഫ്ലോർ നിലവിൽ ചെയ്തിട്ടുള്ളത്. ഇഫ് ഇൻ കേസ് ഇത് നമുക്ക് 2 യൂണിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇതിനകത്ത് പാർട്ടിഷൻ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഈ കാണുന്നത് നമുക്കൊരു 4800 സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടമാണ്. ഇതിൻ്റെ ഈ ഒരു മതിലെല്ലാം പൊളിച്ച് ഇവിടെ നിന്ന് ഗേറ്റ് ഇട്ട് നമുക്ക് വണ്ടിയെല്ലാം സുഖമായിട്ട് അകത്തേക്ക് കയറുന്ന രീതിയിൽ അവരാക്കി തരുന്നുണ്ടാവും കേട്ടോ. സെയിം ഓണറിൻ്റെ തന്നെ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് വാടകയ്ക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ മൊത്തത്തിലെടുത്ത് ഹോസ്റ്റലൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ്. ഇനി അതല്ല, ഈ പറഞ്ഞ പോലെ ഓഫീസ് പർപ്പസിനോ ഗോഡൗൺ ആയിട്ടോ, ഇപ്പോൾ ഈ നമുക്ക് സിറ്റി ബേസ് ചെയ്തിട്ടുള്ള കടകൾക്കൊക്കെ അവരുടെ ഗോഡൗൺ അല്ല ഇതുപോലെ ഔട്ടർ ഏരിയയിലൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ഇതുപോലെ നല്ല കവേർഡ് ആയിട്ടുള്ള സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. ഇതിൻ്റെ വാടകയുടെ കാര്യങ്ങൾ അതുമായിട്ട് സംസാരിക്കും. നിങ്ങൾ എന്ത് ബിസിനസ്സാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനി അതല്ല ഒരു അങ്ങനെ ഒരു ഫ്ലാറ്റ് കണക്ക് 3 യൂണിറ്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അദ്ദേഹത്തോട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പർപ്പസ് ആ കാര്യങ്ങൾ സംസാരിച്ച് ഒരു വാടകയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തീരുമാനത്തിൽ എത്താവുന്നതാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം.